Alexa, ask Mercedes what is my car status. Your 200D is in perfect condition. ഹായ് ഫ്ലൈവീലേഴ്സ്, ഞാനിപ്പോൾ ഉള്ളത് ഗോവയിലാണ്. ഗോവയിലെ W ഹോട്ടലിലാണ്. എന്താണ് ഇവിടെ വന്നത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുക. ഈ ലൈനപ്പ് ഓഫ് കാർസ് മെർസിഡീസ് ബെൻസിൻ്റെ പുതിയ എ ക്ലാസ് ലിമോയുടെ ഡ്രൈവാണ്. എസ് യു വി എന്ന് കേട്ട് വന്നിട്ടാണ് ഇപ്പം പെട്ടെന്നൊരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുള്ള ഒരു പ്രോപ്പർ സിഡാൻ്റെ ഡ്രൈവ്. കാരണം മെർസിഡീസിൻ്റെ ഇപ്പോഴും കൂടുതൽ സെല്ല് ചെയ്യുന്ന മോഡൽസ് സിഡാനാണ്. 53% ഇപ്പോഴും സിഡാനാണ് സെല്ല് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മെർസിഡീസ് ആ ഒരു പോർട്ട്ഫോളിയോ വലുതാക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു കാറും കൂടെ കൊണ്ടുവന്നിരിക്കുന്നത് എൻട്രി ലെവൽ സിഡാൻ എന്ന് പറയുന്ന എ ക്ലാസ് ലിമോ. ഇവിടെ ഗോവയിലെ W ഹോട്ടലിലാണ് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വിൽ ബി സ്റ്റാർട്ടിംഗ് ഇറ്റ് റൈറ്റ് നൗ. സോ വെൽക്കം ടു ഫ്ലൈവീൽ. ലെറ്റ്സ് ഹാവ് ദ ഫസ്റ്റ് ഡ്രൈവ് ദ ഓൾ ന്യൂ മെർസിഡീസ് എ ക്ലാസ് ലിമോ. ജർമ്മൻ ആഡംബര കാർ നിർമ്മാതാക്കളായ മെർസിഡീസ് ബെൻസ് ചെറിയ കാറുകൾക്കായിട്ടുള്ള പ്രയത്നം പണ്ട് മുതൽ തന്നെ തുടങ്ങിയിട്ടുള്ളതാണ്. 1930കളിലാണ് മെർസിഡീസ് ബെൻസിന്റെ ആദ്യ ചെറിയ കാറ് പുറത്തു വരുന്നത്. 130 എന്ന് പറഞ്ഞ മോഡലായിരുന്നു അത്. പ്രത്യേക തരം ട്യൂബ് ഷാസിയോട് കൂടിയിട്ടായിരുന്നു ഇത് വന്നിരുന്നത്. പഴയ ഫോക്സ് വാഗൻ ബീറ്റിലിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഘടനയായിരുന്നു ഇതിനുണ്ടായിരുന്നത്. പിന്നീട് ഇതിന്റെ പിൻഗാമിയായിട്ട് 150 എന്ന മോഡലും അതിന്റെ ശേഷം 170H എന്ന മോഡലെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ പുതിയ കാലം മെർസിഡീസ് ചെറിയ കാറായിട്ട് വന്നിരുന്നത് എ ക്ലാസ് എന്ന മോഡലായിരുന്നു. 1997 മെർസിഡീസ് ബെൻസ് എ ക്ലാസ് നിർമ്മിക്കുന്നത്. സബ് കോമ്പാക്ട് വിഭാഗത്തിൽപ്പെടുന്ന ഒരു കാറായിട്ടായിരുന്നു മെർസിഡീസിന്റെ ആദ്യ എ ക്ലാസ് വന്നിരുന്നത്. ടോൾ ബൈ ഡിസൈനോട് കൂടി ഒരു ഫാമിലി ഹാഷ് ബാക്ക് എന്ന രീതിയിലായിരുന്നു ഈ ഒരു കാറിന്റെ ഘടന ഉണ്ടായിരുന്നത്. മറ്റുള്ള മെർസിഡീസിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ ആയിരുന്നു ഇതിലുണ്ടായിരുന്നത്. എന്നാൽ ഇതിന് എല്ലാത്തരം മെർസിഡീസ് ആരാധകരുടെ പ്രിയം നേടിയെടുക്കാൻ സാധിച്ചിരുന്നില്ല. 97 മുതൽ 2004 വരെ വന്നിരുന്ന ആദ്യ ജനറേഷൻ ആയിട്ടുള്ള എ ക്ലാസ്, അതായത് W168 എന്ന് പറയുന്ന വളരെ കുപ്രസിദ്ധി നേടിയിരുന്ന ഒരു ടെസ്റ്റും ഉണ്ടായിരുന്നു. പ്രശസ്തമായിട്ടുള്ള ഒരു മാഗസിന്റെ റോഡ് ടെസ്റ്റിൽ കാർ ടോപ്പിലാവുകയും അത് തുടക്കകാലത്ത് തന്നെ ഒരു ചാലഞ്ചായി മാറുകയും ചെയ്തു. എന്നാൽ മെർസിഡീസ് ബെൻസ് ആ ചാലഞ്ച് ഏറ്റെടുക്കുകയും അതിനെ ഇംപ്രൂവ് ചെയ്ത് മാറ്റുകയായിരുന്നു ചെയ്തിരുന്നത്. പിന്നീട് സെക്കൻഡ് ജനറേഷൻ 2004 വരികയും അതും ഈ ടോൾ ബോയ് ഡിസൈനോട് കൂടിയായിരുന്നു വന്നിരുന്നത്. എന്നാൽ തേർഡ് ജനറേഷൻ എ ക്ലാസോട് കൂടിയിട്ടാണ് മെർസിഡീസ് ബെൻസ് ഹോട്ട് ഹാച്ച് വിഭാഗത്തിനെ കൈയടക്കുന്ന രീതിയിൽ വന്നത്. W176 എന്ന് പറയുന്ന ഇന്ത്യയിൽ ആദ്യം അവതരിപ്പിച്ചിരുന്ന ഹാച്ച് ബാക്ക് എ ക്ലാസ് ആയിരുന്നു 2013 വന്നിരുന്ന പുതിയ തരം എ ക്ലാസ്. അതിന്റെ പിൻഗാമിയായിട്ട് വന്നിരിക്കുന്ന ഫോർത്ത് ജനറേഷൻ എ ക്ലാസ് ആണ് W177 സീരീസിൽ പെടുന്ന 2018 പുറത്തു വന്നുള്ള ഹാച്ച് ബാക്ക് മോഡൽ. ഇതിന്റെ സിഡാൻ മോഡലിനെ വിശേഷിപ്പിക്കുന്ന V177 എന്ന പേരിലാണ്. ഇത് ആദ്യമായിട്ട് പുറത്തു വരുന്നത് 2019 ഇതിന്റെ ലോങ് വീൽ ബേസ് മോഡൽ ചൈനയിൽ അവൈലബിൾ ആണ്. എന്നാൽ ഇന്ത്യയിൽ വന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് മോഡലായിട്ടുള്ള എ ക്ലാസ് ലിമോ ആണ്. ഈ മോഡലിന്റെ ടെസ്റ്റ് ഡ്രൈവ് ആണ് ഇന്നിവിടെ ഗോവയിൽ നടക്കുന്നത്. So let's check out that. മെർസിഡീസ് ബെൻസിന്റെ ഏറ്റവും ചെറിയ സിഡാൻ ആണ് എ ക്ലാസ്. എ ക്ലാസ് സിഡാൻ ആദ്യമായിട്ട് ഈ ഒരു ജനറേഷനിൽ വന്നില്ല. നേരത്തെ എ ക്ലാസ് ഉണ്ടായിരുന്ന ഹാച്ച് ബാക്ക് ആയിട്ടായിരുന്നു, നിങ്ങൾ ഹിസ്റ്ററിയിൽ കണ്ടിട്ടുണ്ടാവും. എന്നാലും ഈ ഒരു എ ക്ലാസിന്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ആക്ച്വലി മെർസിഡീസിന്റെ പുതിയ ഡിസൈൻ ഫിലോസഫി ഇവിടുന്ന് മേലേക്ക് ഇവോൾവ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ റീസെന്റ് മെർസിഡീസിന്റെ ഫ്ലാഗ്ഷിപ്പ് പുതിയ എസ് ക്ലാസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ദുബായിന്ന്. അതിന്റെ ഒരു ഫസ്റ്റ് ലുക്കും കൊണ്ടുവന്നിരുന്നു. നിങ്ങൾ മിസ്സായിട്ടുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും ഷെയർ ചെയ്യുന്നുണ്ട്. കാരണം അത് കണ്ടാൽ ശരിക്കും അറിയാൻ പറ്റും ഫ്ലാഗ്ഷിപ്പ് കാറിന് താഴേക്ക് വരുന്ന ഡിസൈൻ ഇപ്പം ആക്ച്വലി താഴെ നിന്ന് മേലേക്ക് ഇവോൾവ് ചെയ്ത പോലെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അത് നെഗറ്റീവ് ആയിട്ടില്ല, ഞാൻ പറഞ്ഞത് വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞത്. കാരണം എല്ലാ മോഡൽസിനും ആ ഒരു ഡിസൈൻ ഐഡന്റിറ്റി മെർസിഡീസ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. എസ് ക്ലാസിൻ്റെതായ എലഗൻസിൽ അത് കീപ്പ് ചെയ്തെങ്കിൽ എ ക്ലാസിന് അതിൻ്റെ സ്പോട്ടി ക്യൂട്ട്നെസ്സിൽ കീപ്പ് ചെയ്യാൻ മെർസിഡീസ് സാധിച്ചിട്ടുണ്ട്. സെൻഷ്വൽ പ്യൂരിറ്റി എന്നാണ് പുതിയ ഡിസൈൻ ഫിലോസഫിനെ മെർസിഡീസിന്റെ ചീഫ് ഡിസൈനർ ഗോർഡൻ വാഗ്നർ വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു സെൻഷ്വൽ പ്യൂരിറ്റി ഡിസൈനാണ് നമുക്കിവിടെ എ ക്ലാസ് സിഡാനിലും കാണാനുള്ളത്. അത് എല്ലാ തരത്തിലും ഇവിടെ വ്യക്തമാകുന്നത്. ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നമുക്കറിയാം മെർസിഡീസിന്റെ ഏറ്റവും അധികം കാറുകൾ വരുന്നത് ഫ്രണ്ടിൽ ഈ ലോഗോട് കൂടിയിട്ടുള്ള ഡിസൈനാണ്, വിച്ച് സ്പോർട്ട് ഗ്രിൽ. ഇന്നിപ്പോൾ സ്പോർട്ട് ഗ്രില്ലിന് ഒരു പുതിയൊരു ഷേപ്പാണുള്ളത്. നമുക്കത് കണ്ടു തുടങ്ങിയിട്ടുള്ളത് CLS-ലൂടെയാണ്. ആ CLS ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ഗ്രില്ല് തന്നെ അതിലുള്ള. അപ്പം ഒരു ആക്ച്വലി ഒരു നെഗറ്റീവ് ഇൻവേഴ്സ് എന്ന് വരും, ഒരു ആംഗ്രി ഫേസ് എന്ന് വരും, എ ഫേസ് എന്ന് പറയും. ഇതെല്ലാം പറയുന്നുണ്ട് ഈ ഒരു ഷേപ്പിന്. പക്ഷേ എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് കുറേ കൂടെ സ്പോട്ടിയർ ഒരു അഗ്രഷൻ ഫീൽ കിട്ടുന്ന ഒരു ഗ്രിൽ ട്രീറ്റ്മെന്റ് ആണ്. ഇത്തരത്തിലുള്ളൊരു ഷേപ്പാണ് വരുന്നത്. സ്മൈലിംഗ് ഫേസ് മാറി കുറച്ചുകൂടി ആംഗ്രി ഫേസ് ഉണ്ട്. പക്ഷെ അത് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഭയങ്കര അഗ്രസീവ് ആണ്. ഇത് ഈ ഒരു ലോഗോന്റെ ബാക്കിൽ ആക്ച്വലി ഒരു ക്യാമറ ഉണ്ട്, മോണോ ക്യാമറ. അത് ഈ ഒരു ബ്ലാക്ക് പോർഷനിൽ കവേർഡ് ആണ്. സിംഗിൾ സ്ലാക്ക് ആയിട്ടുള്ള ഗ്രില്ലാണ്. ഇതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് ഡയമണ്ട് സ്റ്റഡഡ് ആണ് വന്നിരിക്കുന്നത്. വലിയൊരു എയർ വെന്റ് ഉണ്ട് ബമ്പറിൽ. പിന്നെ ഹെഡ്ലൈറ്റ് ആണെങ്കിൽ സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് ആണ്. അതും നമ്മൾ CLS-ൽ കണ്ട തരത്തിലുള്ള ഫുൾ LED ലൈറ്റ് ആണ്. അതിൻ്റെ ഒരു ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ് തന്നെ ശരിക്കും ഷാർപ്പായിട്ടുള്ള ഒരു ഫേസ് കിട്ടുന്ന ഒരു രീതിയിലുള്ള ശരിക്കും ഒരു അഗ്രഷൻ ഫേസ് കിട്ടുന്ന രീതിയിലുള്ള എയർ വെന്റ്. സൈഡിലുള്ളത് ശരിക്കും ഒരു ഡിസൈൻ എലമെന്റ് ആണ്.
പിന്നെ ബോണറ്റിന്റെ ലൈൻ ആണെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ലൈനാണ്. മുമ്പ് കൂപ്പയിലെല്ലാം കണ്ട തരത്തിലുള്ള ലൈനാണ് ഇപ്പം എ ക്ലാസ് സെഡാൻ വന്നിരിക്കുന്നത്. ഈ കാറിന് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ ഡ്രാഗ് കോയിഫിഷ്യൻ, അതായത് ഏറ്റവും എയറോഡൈനാമിക് ആയിട്ടുള്ള വേൾഡ് റെക്കോർഡിലെ കാറാണ്. 0.22 ആണ് ഇതിന്റെ റെക്കോർഡായിട്ട് വന്നത്. മുമ്പുണ്ടായിരുന്നത് CLA ആയിരുന്നു. അപ്പം 30 years ആയിട്ട് മെർസിഡീസ് ആണ് ഏറ്റവും പ്രൊഡക്ഷൻ കാസിൽ ഏറ്റവും അധികം എയറോഡൈനാമിക്കുള്ള കാറിന്റെ റെക്കോർഡ് നേടിയിരിക്കുന്നത്. 0.22 പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ഡ്രാഗ് കോയിഫിഷ്യൻ ആണ്. അതായത് ഈ വണ്ടിയിൽ നിന്നും എയർ ഫ്ലോ ചെയ്ത് പോകുന്ന ഏറ്റവും സിമ്പിളി പോകുന്ന അനുസരിച്ചിട്ടുള്ള ഒരു ഡ്രാഗ് കുറയ്ക്കുന്ന രീതിയിലുള്ള ഡിസൈനാണ് മെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എഫിഷ്യൻസി കൂടും. അതിനുവേണ്ടി കുറേ സീലൻസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്യുന്ന തരത്തിലുള്ള സീലൻസ് ഉള്ളിൽ കൊണ്ടുവന്നു. ഒരു തരത്തിലും എയർ ഉള്ളോട്ട് കയറാത്ത രീതിയിലുള്ള ഡിസൈനാണത്. സോ എ ക്ലാസിൻ്റെ ഈ സെഡാൻ്റെ ഫേസിന് ആ ഒരു ഫാമിലി ഐഡൻറ്റിറ്റി കൊണ്ടുവരാൻ മെർസിഡീസ് സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഈ CLS ആണ് സാധാരണ എപ്പോഴും പുതിയൊരു ഡിസൈൻ ഇപ്പം മെർസിഡീസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ള ആ ഒരു ഫിലോസഫി. അതൊന്നും ഇവോൾവ് ചെയ്ത് വരുന്ന ഡിസൈൻസ് നമ്മളെപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അത് എ ക്ലാസ് നമുക്ക് കൂടെ കാണാൻ പറ്റും. എ ക്ലാസ് ലിമോവിൻ്റെ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം എനിക്ക് ലെങ്ത് ആണ് പറയുന്നത്. ഇത് ഏറ്റവും നീളം കൂടിയിട്ടുള്ള ഈ ഒരു സെഗ്മെന്റിലുള്ള കാറാണ്. 4.56 മീറ്റർ ആണ് ലെങ്ത് വരുന്നത്. ഇതിന്റെ നേരെ കോമ്പറ്റീഷനായിട്ട് റൈവലായിട്ട് നിൽക്കുന്നത് BMW 2 Series ഗ്രാൻഡ് കൂപ്പയാണ്. അതിനേക്കാളും ലെങ്ത് കൂടുതലാണ്, വീൽ ബേസും കൂടുതലാണ്. പുതിയ ഡിസൈൻ ഫിലോസഫി അനുസരിച്ച് ചെറിയ ഓവർഹാങ് ആണ് ഫ്രണ്ടിൽ വരുന്നത്. ഇനി ഓവർഹാങ് പലരും ചോദിക്കാറുണ്ട്. ഓവർഹാങ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ടയറിനും ഫ്രണ്ട് ബമ്പർ വരെയുള്ള ലെങ്ത്തും റിയർ ടയറിനും റിയർ ബമ്പറിന് ഒരു എൻഡ് ചെയ്യുന്ന വരെയുള്ള ലെങ്ത്തിനാണ് ഓവർഹാങ് എന്ന് വിളിക്കുന്നത്. ഫ്രണ്ടും റിയർ ഓവർഹാങ്. അത് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ വീൽ ബേസ് കൂടും. വീൽ ബേസ് കൂടിയാൽ ഇന്റീരിയറിലുള്ള ക്യാബിൻ സ്പേസ് കൂടും. അത് ഇവിടെ ഏറ്റവും അധികം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് കോമ്പറ്റീഷനേക്കാളും ഏകദേശം 29 മില്ലിമീറ്റർ ലെങ്ത് കൂടുതലാണ് വീൽ ബേസിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും അധികം ഇന്റീരിയർ സ്പേസ് മെർസിഡീസ് ക്ലെയിം ചെയ്യുന്നുണ്ട്. സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഇപ്പം വന്നിരിക്കുന്നത് ഇപ്പോൾ ഉള്ളത് 2 Series ഗ്രാൻഡ് കൂപ്പയാണ്. പക്ഷേ ഇതിന്റെ പുറമെ ഉണ്ടായിരുന്ന A3 സെഡാൻ എന്ന് പറഞ്ഞ ഓഡിയുടെ മോഡലും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കണം ഏറ്റവും അധികം സ്പേസ് ഉള്ള മോഡൽ. ഇനി ഡിസൈനെ കുറിച്ച് പറയുമ്പോൾ മെർസിഡീസിന്റെ പുതിയ ഡിസൈൻ ഫിലോസഫിനനുസരിച്ചിട്ട് ലൈൻസ് എല്ലാം കുറയ്ക്കുക ചെയ്തിരിക്കുന്നത്. അത് ഒരു മിനിമലിസ്റ്റിക് അപ്രോച്ചിലൂടെ ഭംഗിയാക്കുക എന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ലൈൻ എടുത്ത് ഭംഗി കൂടിയാൽ അടുത്ത ലൈൻ എടുത്ത് ഭംഗി കൂട്ടുക എന്നുള്ള രീതിയിലുള്ള ഒരു ഫിലോസഫിയാണ്. അതിവിടെ കാണാൻ പറ്റും. നേരത്തെ നമുക്ക് CLL കണ്ട് ഡ്രോപ്പിംഗ് ലൈൻ ഇപ്പം പോയി ഒരു ഷോൾഡർ ലൈൻ മാത്രമേ ഉള്ളൂ. ഇതും എൻ്റെ വരെ നിൽക്കുന്നുണ്ട്. അതും ഞാൻ നേരത്തെ പറഞ്ഞ S ക്ലാസ്സിൽ പ്രോമിനൻ്റ് ആയിട്ട് കണ്ടിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒരു റൂഫ് ആണെങ്കിൽ തന്നെ ലൈക്ക് റൂഫ് ലൈനാണ്, എന്നാലും കുറച്ചൊരു ഫ്ലാറ്റ് സർഫസ് ഇവിടെ വരുന്നുണ്ട്. അത് ഈ ലെങ്ത്തിന് ക്യാബിന് ഗുണം ചെയ്യുന്ന രീതിയിലുള്ള ഷാർപ്പായിട്ടുള്ളൊരു എഡ്ജസ് ഉണ്ട്. പക്ഷേ അതെല്ലാം തന്നെ എയറോഡൈനാമിക് ആണ്. സെപ്പറേറ്റ് ആയി നിൽക്കുന്ന സൈഡ് വ്യൂ മിററാണ്. സാധാരണ ഒരു കൂപ്പേ ഡിസൈനിൽ വരുന്നതാണ്. പിന്നെ താഴെ ഡൈനാമിക് ലൈൻ മാത്രമേ വരുന്നുള്ളൂ. റിയറിലേക്ക് വരുമ്പോഴും ആ ഒരു ലൈന് കണ്ടിന്യൂ ചെയ്തിട്ട് ടെയിൽ ലൈറ്റ് എത്തുന്ന രീതിയിലാണ്. പിന്നെ ഒരു വീലാണ് ഇതിലൊരു മെൻഷൻ ചെയ്യാനുള്ളത്. വീല് ഇതിൽ വന്നിരിക്കുന്നത് 17 ഇഞ്ചാണ്. 5 ട്വിൻ സ്പോക്ക് കാണാൻ പറ്റും. പക്ഷേ ആ സ്പോക്ക് ഈ ഒരു സിൽവർ പോർഷൻ നിങ്ങൾ കാണുന്നതിൻ്റെ പുറമെ ബ്ലാക്ക് പോർഷനും കൂടെ നിൽക്കുന്നുണ്ട്. അതും എയറോഡൈനാമിക്സ് കൂടാവുന്ന രീതിയിലുള്ള, കാരണം ടയറിൻ്റെ ഉള്ളിലേക്ക് അത് വീലിൻ്റെ ഉള്ളിലേക്ക് അധികം കാറ്റ് പോവാതെ പുറത്തേക്ക് തട്ടി തെറിപ്പിക്കുമ്പോൾ കൂടുതൽ എയറോഡൈനാമിക് ആവും, ട്രാക്ക് കോഎഫിഷ്യന്റ് കുറയും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു തരത്തിലുള്ള വീലാണ്. പിന്നെ പ്രൊഫൈൽ കൂടിയ ടയറാണ്. ഇതിൽ വന്നിരിക്കുന്നത് മിഷലിൻ്റെ ടയറാണ്. ഇതിൽ 205/55 സെക്ഷൻ റബ്ബറുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ 135 മില്ലിമീറ്റർ വരുന്ന ഒരു വലിയൊരു പ്രൊഫൈലും വരുന്നുണ്ട്. അപ്പോൾ അത്രയും വരുമ്പോൾ കുഷൻ റൈഡ് ലഭിക്കും. ഇതെല്ലാം എ ക്ലാസിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ ടയറിൻ്റെ ഡീറ്റെയിൽസും. ഇനിയുള്ള റിയറിലേക്ക് എത്തുമ്പോൾ പുതിയ എ ക്ലാസിൻ്റെ ഡിസൈനിലുള്ള ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ മെർസിഡീസ് പുതിയൊരു ഡിസൈൻ ഫിലോസഫിയിൽ വന്നിരിക്കുന്ന ടെയിൽ ലൈറ്റ് ഡിസൈനാണത്. സ്ലീക്ക് ആയിട്ടുള്ള ടെയിൽ ലൈറ്റ് ആണ്. അതും 2 പീസ് ആണ്. ബൂട്ടിലേക്ക് കയറി നിൽക്കുന്ന ഡിസൈനാണ്. കൂപ്പയിൽ ഇൻസ്പയർ ആയിട്ടുള്ള ഡിസൈനാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ ക്ലസ്റ്ററുകളും വളരെ അട്രാക്റ്റീവ് ആണ്. ആക്ച്വലി ഇപ്പോൾ ഞാൻ കണ്ട പുതിയ S ക്ലാസിനേക്കാളും കുറച്ച് വീതിയുള്ള, കുറച്ച് തടിച്ചിട്ടുള്ള ഒരു ടെയിൽ ലൈറ്റാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതും നല്ല അട്രാക്റ്റീവ് ആണ്. റിയറിന് കാണുമ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ലിപ്പോട് കൂടിയുള്ള ഒരു ബൂട്ട് ലിഡ് ആക്ച്വലി ഒരു എയറോഡൈനാമിക്സിന് ഗുണം ചെയ്യുന്ന രീതിയിലുള്ള. പിന്നെ നമുക്ക് കാണാൻ പറ്റും ഇത്രയും ഒരു തന്നെ ബെൻസിന് ഫെമിലിയർ ആയിട്ടുള്ള ഒരു സിഡാൻ ഡിസൈനാണ്. താഴേക്ക് വരുമ്പോൾ ക്രോം എലമെൻറ്റും 2 എക്സോസ്റ്റ് പൈപ്പും ഉണ്ട്. ഡിസൈൻ എലമെൻ്റ് ആണ്. അപ്പോൾ അതങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ക്ലീൻ ആയിട്ടുള്ള ഡിസൈനാണ്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന ഒരു കാര്യമുള്ളത് ബൂട്ട് സ്പേസ് ആണ്. ബൂട്ട് സ്പേസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാഗെല്ലാം വെച്ചെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ സ്പെയർ വീലുണ്ട്. ആക്ച്വലി സ്പെയർ വീലിനെ കുറിച്ച് പറയുമ്പോൾ സ്പെയർ വീല് ഇതിപ്പം പ്രോട്ടോടൈപ്പ് വെഹിക്കിളാണ്. ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ചെയ്യുന്ന വെഹിക്കിളിന് സ്പെയർ വീലിൻ്റെ വെല്ല് വരും. അതായത് താഴെ പോകും. അതിൻ്റെ മേലെ ഇരിക്കും നമ്മൾ സാധനം വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൂട്ട് സ്പേസ് കുറയില്ല. 405 ലിറ്ററാണ് പെട്രോളിന് വരുന്നത്. 395 ലിറ്ററാണ് ഡീസലിന് വരിക. കാരണം ആഡ് ബ്ലൂവിൻ്റെ ടാങ്ക് കൂടെ വരുന്നത് ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. എങ്കിലും വലിയ ഡിഫറൻസ് ഇല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ബൂട്ട് സ്പേസ് ആയിരിക്കില്ല, ഫ്ലാറ്റ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് ആയിരിക്കും. എന്തായാലും ഇലക്ട്രിക്കലി ക്ലോസ് ചെയ്യുന്ന ബൂട്ട് ലിഡ് ഇല്ല. കൈകൊണ്ട് തന്നെ ക്ലോസ് ചെയ്യണം. പക്ഷേ ഇതെല്ലാം കൂടി ചേർന്നാലും ഒരു പ്രോപ്പർ സിഡാൻ ഫീൽ എനിക്ക് മനസ്സിലായില്ല. ഇന്നും ഒരു ലക്ഷറി കാർ എന്ന് പറയുമ്പം SUVകളെല്ലാം ഉണ്ടെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് ലക്ഷറി കാറിൽ കയറിയായിട്ട് എനിക്ക് ഇപ്പോൾ നല്ല സിഡാനിലാണ്. ആ ഒരു എലഗൻസ് ഇപ്പോഴും സിഡാനുള്ളത്. അതിൽ ബെൻസ് സക്സസ്ഫുൾ ആണ്. കാരണം വേൾഡ് ഓവർ സിഡാൻ ഇപ്പോഴും ബെൻസ് കീപ്പ് ചെയ്യുന്നത്
ബെൻസിൻ്റെ ഒരു ഐഡന്റിറ്റിയാണ് അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ EQS എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് മോഡൽ വരുന്നതിൽ തന്നെ ഇപ്പം പല മാനുഫാക്ചേഴ്സും അവരുടെ ഫ്ലാഗ്ഷിപ്പായിട്ട് SUV വെക്കും. മെർസിഡീസ് ഇപ്പോഴും ഫ്ലാഗ്ഷിപ്പായിട്ട് സിഡാൻസ് വെക്കുന്നത്. S ക്ലാസ് ഉണ്ട്, ഈ പുതിയ ഇലക്ട്രിക് ബ്രാൻഡിൽ EQS വരുന്നുണ്ട്, മൈബാക്ക് ഉണ്ട്. ഇപ്പോൾ ഇതെല്ലാം തന്നെ ഒരു സിഡാനിനോടുള്ള പ്രോമിനൻസ് കാണിക്കുന്നു. ഐ ഓൾസോ ലവ് സിഡാൻ ഡിസൈൻസ്. ഇനി ഇതിൽ വന്നിരിക്കുന്ന കളറാണ് 6 കളേഴ്സ് വരുന്നത്. വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, 2 ടൈപ്പ് ഗ്രേ ഉണ്ട്, സിൽവറും ഉണ്ട്, ഒരു ഡാർക്ക് ഗ്രേ ഉണ്ട്, പിന്നെ ഒരു ഡെനിം ബ്ലൂ എന്ന് പറഞ്ഞ പുതിയൊരു കളറുണ്ട്, പിന്നെ വന്നിരിക്കുന്നത് നോർമൽ സിൽവറാണ്. അപ്പോൾ അങ്ങനെ 6 കളേഴ്സും വരുന്നുണ്ട്. പുതിയ എ ക്ലാസ്സിന് 3 വേരിയൻസ് വരുന്നത്. ആക്ച്വലി ട്രിം ഡിഫറൻസ് ഇല്ല, എഞ്ചിൻ ഡിഫറൻസേ ഉള്ളൂ. ഒന്ന് ഡീസലാണ് A200D, അതുപോലെ തന്നെ A200 പെട്രോൾ ഉണ്ട്. മൂന്നാമത്തത് ഈ യെല്ലോ ബീസ്റ്റ് ആണ്. ഇത് AMG A35 ആണ്. AMG A35 എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ലോക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ടാമത്തെ AMG കാറായിരിക്കും അത്. AMGയുടെ A35 എന്ന് പറയുന്ന സിഡാൻ, അതുപോലെ തന്നെ സ്പാക്ലിൻ്റെ വന്നിട്ട് സെയിം എഞ്ചിനാണ്. 8 ഇയറിൻ്റെ വാറൻറ്റിയോട് കൂടി വരുന്നത്. ഇതും എ ക്ലാസിൻ്റെ കൂടെ തന്നെ ലോഞ്ച് ചെയ്യും. അതായത് എല്ലാ വേരിയൻസും ഒരേ സമയം March 25 ലോഞ്ചാണ്. പെട്രോൾ, ഡീസൽ ആൻഡ് AMG മോഡൽ. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ കളറാണ്. നോർമലി എ ക്ലാസിൻ്റെ ഹാച്ച് ബാക്കിൽ മാത്രം വന്നിരുന്ന കളർ ഇന്ത്യയിൽ ഏതായാലും ഈ കളറോട് കൂടി വരും. അതൊരു ഇന്ത്യ സ്പെസിഫിക് ആയിരിക്കും. രണ്ടാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യയിൽ ബിൽഡ് ചെയ്യുന്ന രണ്ടാമത്തെ AMG കാറാണ്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ആക്ച്വലി ഇതിൻ്റെ ഡ്രൈവിൽ പറയാം. പക്ഷേ എങ്കിലും ഇതിനൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ AMG ട്രിമ്മും ഈ കളറും വീലും എല്ലാം തന്നെയാണ്. പിന്നെ പെർഫോമൻസ് ആയിരിക്കും. ഡെഫിനറ്റ്ലി അത് നമുക്ക് വെയിറ്റ് ആൻഡ് വാച്ച്, കാരണം അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിക്കുന്നതായിരിക്കും എൻ്റെ ഉദ്ദേശം. ഏതായാലും ഇവിടെ ഡ്രൈവിന് ഏതായാലും ഈ വണ്ടിയിലെ ഡിസ്പ്ലേക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് വേറെ തന്നെ എപ്പിസോഡിൽ കാണാം. ഇനി നമുക്ക് ഇൻറ്റീരിയറും അതുപോലെ തന്നെ ഡ്രൈവും നോക്കാം. എ ക്ലാസ് ലിമോൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴും മെർസിഡീസിൻ്റെ ഒരു തനതായിട്ടുള്ള ഡിസൈൻ ഫിലോസഫി കാണാൻ പറ്റും. ഈ ഡിസൈൻ ഫിലോസഫി ഞാൻ പലപ്പോഴും പറയാൻ കാരണം മെർസിഡീസിനെ പോലത്തെ ബ്രാൻഡുകളിൽ തന്നെ അവരുടെ ഒരു ഫാമിലി ഐഡൻറ്റിറ്റി എല്ലാത്തിലും കീപ്പ് ചെയ്യും. ആ ഒരു എല്ലാ വണ്ടികൾക്കും പല കോമൺ ടച്ചുകളും ഉണ്ടാവും. അത് ഡിസൈൻ ഫിലോസഫി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് പുതിയ ചെറിയ കാറുകൾ, അതായത് MFA എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ വരുന്ന കാറുകൾ, മെർസിഡീസ് ഫ്രണ്ട് വീൽ ആർക്കിടെക്ചർ എന്ന് പറയുന്ന എ ക്ലാസ് ലിമോ, എ ക്ലാസ് ഹാച്ച് ബാക്ക്, GLA, GLB എന്നുള്ള എല്ലാ മോഡലിലും വരുന്ന പുതിയൊരു ഡിസൈൻ ഫിലോസഫിയാണ്. അതിൽ നമുക്ക് കുറേ എലമെന്റ്സ് നമുക്ക് മറ്റുള്ള മോഡലിലും കാണാൻ പറ്റും. അതിലൊന്ന് എയർ വെന്റ് തന്നെയാണ്. ബെൻസിൻ്റെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു എയർ വെന്റ് ഡിസൈൻ നമുക്ക് കാണാൻ പറ്റും. 5 എയർ വെന്റുകളാണ് വരുന്നത്. ഈ ഒരു എയർ വെന്റിനാണെങ്കിലും നമ്മൾ സാധാരണ പറയാറുള്ള ഒരു കാര്യം, എയർപ്ലെയിൻ്റെ എഞ്ചിൻ്റെ ടർബൈൻ എഞ്ചിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അത് ശരിക്കും വ്യക്തമാകുന്ന രീതിയിൽ തന്നെയാണ്. അതിൻ്റെ ഒരു ക്വാളിറ്റിയും അതിൻ്റെ ഒരു യൂസും വളരെ ഒരു അട്രാക്റ്റീവാണ്. ശരിക്കും തിരിച്ച് ക്ലോസ് ചെയ്യുന്നല്ലോ വളരെ അട്രാക്റ്റീവ്. ഇപ്പം പുതിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആംബിയൻ ലൈറ്റിങ്ങിൻ്റെ ഒരു എലമെൻറ്റ് അതിൻ്റെ ചുറ്റും വരുന്നുണ്ട്. അത് നമ്മൾ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുമ്പം കളറും മാറും, ബ്ലൂവും റെഡെല്ലായി മാറും. ഡിസൈൻ മൊത്തം പറയുന്നത് ഒരു മിനിമലിസ്റ്റിക് ഡിസൈനാണ് ഇപ്പോഴത്തെ ഒരു ഫിലോസഫി. അതിവിടെ കാണാൻ പറ്റും. അധികം ഗാർണിഷിംഗ് ഒന്നും ഇല്ലാത്ത തരത്തിൽ തന്നെ 2 സ്ക്രീനോട് കൂടിയുള്ള വലിയൊരു ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. ഒന്ന് ഓഡോമീറ്ററും ഒന്ന് ഇൻഫോർടൈൻമെൻറ്റുമാണ്. രണ്ടും നമുക്ക് 3 തരത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൽ ഈ ഒരു സ്ക്രീന് ടച്ചാണ്. അത് നമുക്ക് ടച്ചായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ടച്ച് ഫംഗ്ഷൻ ഉണ്ട്. രണ്ടാമത്തെ ടച്ച് വരുന്ന സ്റ്റിയറിംഗിലുള്ള ടച്ച് ഫംഗ്ഷനാണ്. നമുക്ക് പല മെർസിഡീസിലും കണ്ടിട്ടുള്ളതാണ്. മൂന്നാമത്തെ വരുന്നത് ഇവിടെ സെൻറ്ററിലുള്ള ടച്ച് പാഡാണ്. ഇതിൻ്റെ ഫംഗ്ഷനാലിറ്റി ഞാൻ ഡ്രൈവിൽ മെൻഷൻ ചെയ്യാം. ഇതിൻ്റെ ഡിസൈനെ കുറിച്ച് ആദ്യം നോക്കാം. പിന്നെ സ്റ്റിയറിംഗ് വന്നിരിക്കുന്നത് ബെൻസിൻ്റെ പുതിയൊരു ഡിസൈൻ കാണുന്ന രീതിയിലുള്ളൊരു സ്റ്റിയറിംഗ് ആണ്. ചെറിയൊരു സ്റ്റിയറിംഗ്, ഒരു ഒപ്റ്റിമം സൈസ് ആയിട്ടുള്ള റൗണ്ട് ആയിട്ടുള്ള സ്റ്റിയറിംഗ്. അതിൽ ഒരുപാട് മൾട്ടി ഫംഗ്ഷൻ എല്ലാം വരുന്നുണ്ട്. ഗിയർ സെലക്ഷൻ നോബറും എല്ലാം തന്നെ കോളം ഷിഫ്റ്റിലാണ് വന്നിരിക്കുന്നത്. പാഡൽ ഷിഫ്റ്റ് വരുന്നുണ്ട്. ഈ കാർ ഏതായാലും സീരീസ് കൊണ്ടേ കാറില്ലെന്ന് ഉറപ്പായി. കാരണം ഇത് അടത്തി കളഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് അവിടെ ഒട്ടിച്ചിട്ട് വയ്ക്കുകയാണ്. അടത്തി കളയാൻ പറ്റും, പക്ഷേ അത് ഏതായാലും ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു എയർവെൻ ഡിസൈൻ്റെ താഴെ AC കൺട്രോൾസ് വരുന്നുണ്ട്. അതോടുകൂടി സ്വിച്ചസ് എല്ലാം തീർന്നു. പിന്നെ സെൻട്രൽ വന്നിരിക്കുന്ന ചില സ്വിച്ചുകളുണ്ട്. അത് ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് കൺട്രോൾ ചെയ്യുന്ന സ്വിച്ചും അതുപോലെ തന്നെ വോളിയം. പിന്നെ നമുക്ക് ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യുന്നതാണ്. പിന്നെ സ്പേസ് ആണ്. ഇവിടെ ഈ ഒരു ഒരു സ്പേസ് തുറന്നതിന് 2 ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. അങ്ങനെ നമുക്ക് സോഫ്റ്റ്വെയർ കപ്പ് ഒരു കാനെല്ലാം വെച്ചാലും ശരിക്കും വെക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. ഇവിടെ ഇൻഡക്ഷൻ ചാർജർ ഉണ്ട്. അവിടെ നമുക്ക് ഫോണും വെക്കാം, ചാർജ് ചെയ്യാനും പറ്റും. ഇവിടെ ചെറിയൊരു ഗ്ലോ ബോക്സ് ഉണ്ട്. അതിനുള്ളിൽ 2 USB-C ചാർജർ വരുന്നുണ്ട്. ഇവിടെ ആക്ച്വലി 5 USB-C ചാർജർ ഈ കാറിൽ മൊത്തത്തിലുണ്ട്. USB ഇല്ല, USB-C ആണ്. ഇതിനൊരു കാര്യം പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം പ്രോഡക്റ്റ് പ്ലാനിങ് ടീമിനോടൊന്നും സംസാരിച്ചു. പറഞ്ഞത് വെച്ചാൽ ഇത്തരത്തിലുള്ള കാറിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഗാഡ്ജറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ഗാഡ്ജറ്റിലെല്ലാം തന്നെ USB-C ചാർജിങ്ങാണ് വരുന്നത്. അതിപ്പം ഐഫോൺ ആവട്ടെ, ആൻഡ്രോയിഡ് ആവട്ടെ എല്ലാത്തിലും വന്നിരിക്കുന്നതാണ്. അപ്പോൾ അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ 64 കളർ ആംബിയൻ ലൈറ്റിംഗ് ഉണ്ട്. അതും കാണാവുന്ന തരത്തിൽ നൈറ്റ് ഷോട്ടിലെ കൂടുതൽ കാണാം. ഈ ഒരു സ്പ്ലിറ്റ് വരുന്നുണ്ട് ഡാഷ്ബോർഡിൽ. അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. ഇവിടെ ഒരു അതിനനുസരിച്ചുള്ള വുഡ്രും വരുന്നുണ്ട്. ബ്ലാക്ക് ഒരു ലെതർ ഫിനിഷോട് കൂടിയുള്ള ഡാഷാണ്. ആർട്ടിക്കോ ലെതർ ആണെങ്കിലും കുറച്ചുകൂടി ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നല്ല സപ്പോർട്ടീവ് സീറ്റാണ്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം, മെമ്മറൈസ് ചെയ്യാൻ പറ്റും. 2 സീറ്റും ഫ്രണ്ടിലെ 2 സീറ്റും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം, മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഡോർ പാഡിലാണെങ്കിൽ അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട്.
ഗ്ലോ ബോക്സും ഡീസൻറ്റ് സൈസാണ്. ഫ്രണ്ടിൽ നല്ല കംഫർട്ടബിൾ ഇരിക്കാവുന്ന സ്പേസ് ഉണ്ട്, നല്ല സപ്പോർട്ടീവ് സീറ്റാണ്. ഈവൻ തൈ സപ്പോർട്ട് വരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള ഒരു കാറായിട്ട് വന്നില്ല. പിന്നെ ഒരു കാര്യമുള്ളത്, ഇവിടെ കൊടുത്തിട്ടുള്ള ലെതറിൻ്റെ ഡീറ്റെയിലിംഗ് എല്ലാം തന്നെ ഒരു പ്രീമിയം ഫീൽ ഉണ്ട്. മെർസിഡീസ് ഇത്തവണ ഒരുപാട് വേരിയൻസ് ട്രിമ്മിൽ കൊണ്ടുവരുന്നില്ല, ഒറ്റ വേരിയൻ്റ്, അത് ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള വേരിയൻ്റാണ് കൊടുക്കുന്നത്. റിയറിൻ്റെ സ്പേസും റിയറിൻ്റെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസോടുകൂടി തന്നെ നോക്കാം. എന്തായാലും ഈ ഇത്രയും ഇരുന്നൊരു ഭാഗത്ത് എനിക്ക് കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലഷി ഒരു ഫീലാണ്. അതേപോലെ ഒരു ലക്ഷറി കാറിന് കിട്ടേണ്ട ഒരു ഫീൽ, അത് ക്വാളിറ്റിയിലാണെങ്കിലും ബിൽഡിലാണെങ്കിലും എല്ലാം തന്നെ ഉണ്ട്. സാധാരണ നമ്മൾ കാണുന്ന ഒരു കോംപ്രമൈസ് എവിടെയും വന്നിട്ടില്ല ചെറിയ കാറാന്ന് വെച്ചിട്ട്. എല്ലാ തരത്തിലുള്ള ഫീച്ചേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇൻ്റർഫേസ് ആണെങ്കിലും ഏറ്റവും ലേറ്റസ്റ്റ് MBUXൻ്റെ 6 ആണ് വന്നിരിക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാം. ബാക്കിയെല്ലാം തന്നെ ലിവബിളാണ്. ഇതിനെല്ലാം പുറമെ വലിയൊരു പനോറമിക് റൂഫ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നിർത്തുന്നു, നല്ല ചൂടടിക്കുന്ന വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ ഇവിടെ നിന്ന് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി കൂടുതൽ നമുക്ക് ഡ്രൈവിൽ നോക്കാം. എ ക്ലാസ് ലിമോ ഞാൻ പറഞ്ഞ പോലെ 3 വേരിയൻസിലാണ് വരാൻ പോകുന്നത്. ഒന്ന് ഡീസൽ, ഒന്ന് പെട്രോൾ. ഒന്ന് പെട്രോൾ തന്നെയാണ്, പക്ഷേ AMG ആണ്. AMGനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് AMG ഡ്രൈവ് ചെയ്തിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം. നമുക്കിപ്പം പെട്രോളും ഡീസലും ഇവിടെ ഡ്രൈവിനുണ്ട്. നമ്മളിപ്പോൾ ഓടിക്കുന്ന വൈറ്റ് ഡീസലാണ്, പെട്രോളും ഉണ്ട് ബ്ലാക്ക്. അപ്പം 2 വണ്ടികളുണ്ട്, മിക്സഡ് ആണ് കളർ. അപ്പോൾ 2 വണ്ടി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു. എപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഡീസൽ തന്നെയാണ്. അപ്പോൾ ഡീസൽ ഇപ്പം ഇതിൽ വന്നിരിക്കുന്നത് 2 ലിറ്റർ എഞ്ചിനാണ്. 2 ലിറ്ററിനാണെങ്കിൽ 150 HP പവറും അതുപോലെ തന്നെ 320 Nm ടോർക്കും ഉണ്ട്. പെട്രോൾ വന്നിരിക്കുന്നത് 1.3 ലിറ്റർ ആണ്, പക്ഷേ ടർബോ ചാർജ് എഞ്ചിനാണ്. അതിൻ്റെ ഔട്ട്പുട്ട് 163 HP അതുപോലെ തന്നെ 250 Nm ടോർക്കുണ്ട്. പെട്രോൾ വരുന്നത് 7G DCT എന്ന് പറയുന്ന ഡബിൾ ക്ലച്ച് 7 സ്പീഡ് ഗിയർ ബോക്സ് ആണ്, ഓട്ടോമാറ്റിക്. അതുപോലെ തന്നെ ഡീസലിൽ വന്നിരിക്കുന്നത് 8 സ്പീഡാണ്. 8 സ്പീഡ് 8G DCT എന്ന് പറയുന്ന ഗിയർ ബോക്സ് ആണ്. സോ ഇപ്പം ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഡീസലിനെ കുറിച്ചുള്ള ആദ്യം ഒപ്പീനിയൻ ഷെയർ ചെയ്യാം. ഡീസലിനെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് കാര്യം നല്ല റിഫൈൻഡ് ആണ്. കുറച്ച് എഞ്ചിൻ നോയ്സ് പുറത്ത് കേൾക്കുന്നുണ്ട്, പക്ഷേ ഉള്ളിലേക്ക് അത് വരുന്നില്ല. സ്വാഭാവികമായിട്ടുള്ള ചെറിയ എഞ്ചിൻ ആകുമ്പോഴുള്ള ചെറിയൊരു നോയ്സ് ഉണ്ടാവുന്നുണ്ട്, പക്ഷേ പെർഫോമൻസ് അടിപൊളിയാണ്. ഫ്യൂൽ എഫിഷ്യൻസിയുടെ രീതിയിലുള്ള പെർഫോമൻസും ബെറ്ററാണ്, ഡ്രൈവിംഗ് ആസ്പെക്റ്റിലുള്ള പെർഫോമൻസും ബെറ്ററാണ്. ഇതിൽ ആക്ച്വലി 3 ഡ്രൈവിംഗ് മോഡ് വരുന്നുണ്ട്. ആക്ച്വലി 4 ഉണ്ട്: ഇക്കോ, അതുപോലെ തന്നെ കംഫർട്ട്, സ്പോർട്ട്, ഇൻഡിവിജ്വൽ നമുക്ക് സ്വന്തം സെറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് കംഫർട്ട് ആണെങ്കിലും സ്പോർട്ട് മോഡൽ എടുക്കുമ്പോൾ ശരിക്കും ആ ഡിഫറൻസ് മനസ്സിലാവുണ്ട്. ഇക്കോ മോഡിലും ആ ഡിഫറൻസ് മനസ്സിലാവുണ്ട്. ബേസിക്കലി ഇതിൽ ചെയ്യുന്നത് വെച്ചാൽ ഒരുപാട് ചേഞ്ചസ് അല്ല, ചെറിയ ചെറിയ ചേഞ്ചസ് ആണ്, പക്ഷേ ആ ചേഞ്ചുകളെല്ലാം തന്നെ വ്യക്തമാവുന്നുണ്ട്. സ്റ്റിയറിംഗ് കുറച്ച് ടൈറ്റ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ എഞ്ചിൻ്റെ റെസ്പോൺസ്, നമ്മൾ കൊടുക്കുന്ന ത്രോട്ടിൽ പറഞ്ഞാൽ നമ്മൾ ആക്സിലേറ്റർ പെഡലിൻ്റെ മേലെ കാല് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന റെസ്പോൺസ് ഒരേ രീതിയിൽ കംഫർട്ടിൽ കൊടുക്കുമ്പോഴും അതേ പ്രഷറിൽ നമ്മൾ ഈക്വൽ കൊടുക്കുമ്പോഴും സ്പോർട്ടിൽ കൊടുക്കുമ്പോൾ മൂന്ന് റെസ്പോൺസ് തന്നെ വരുന്നുണ്ട്. അതിന് കാരണമാകുന്നത് ഒന്ന് ആ ഒരു ഇലക്ട്രോണിക്കലി അത് കൺട്രോൾ ചെയ്യുന്നുണ്ട്, എത്രത്തോളം പ്രഷർ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചക്ടറിലുള്ള ഓപ്പണിങ്സ് മാറുന്നുണ്ട്, ബ്ലോവറിലേക്കുള്ള എയർ കൊടുക്കുന്നത് മാറും. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ പെർഫോമൻസിൽ ഡിഫറൻസ് വരുന്നുണ്ട്. പവർ ഔട്ട്പുട്ട് മാറുന്നില്ല, പെർഫോമൻസാണ് മാറുന്നത്. ഡീസലാണെങ്കിൽ നല്ലൊരു എഫിഷ്യൻസിയും ക്ലെയിം ചെയ്യുന്നുണ്ട്. അത് എയർ ആയി ടെസ്റ്റ് ചെയ്തിട്ട് ഫിഗറായിട്ട് പറയുന്നത് 21.35 km പെർ ലിറ്റർ, വിച്ച് ഇസ് ക്ലാസ് ലീഡിംഗ് ആണെന്നാണ് മെർസിഡീസിൻ്റെ അവകാശം. പിന്നെയുള്ള പെട്രോൾ ആണെങ്കിലും ഇതിനേക്കാൾ കുറച്ചുകൂടി റിഫൈൻഡ് ആണ്. എഗെയിൻ സ്മോൾ എഞ്ചിൻ ആയതുകൊണ്ടുള്ള ആ ഒരു ചെറിയൊരു നോയ്സ് ഉണ്ട്, പക്ഷേ റിഫൈൻഡ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നത്. അതിനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിഫറൻസ് എല്ലാം ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഗിയർ ബോക്സ് എനിക്ക് ആ 7 സ്പീഡിനേക്കാളും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടുള്ള ഈ 8 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. പിന്നെ ഈ മോഡ് ഡിഫറൻസ് എല്ലാം പെട്രോളും ഡീസലിനെ പോലെ തന്നെ വ്യക്തമാണ്. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഡീസലാണ്, കാരണം ടോർക്ക് കൂടുതലുണ്ട്. നമുക്ക് ഇത്രയും ഒരു ഡ്രൈവിലെല്ലാം കൂടുതൽ ടോർക്കാണ് എൻജോയ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഹൈവേയിൽ നമ്മൾ ക്രോസ് ചെയ്യുന്ന സമയത്താണെങ്കിലും അത് അതിൻ്റെ നമ്മൾ സ്പോർട്ട് മോഡ് ഇട്ട് പ്രൊഷ് ചെയ്യുമ്പോഴും എല്ലാം തന്നെ നമ്മൾ കൂടുതൽ ഫസ്റ്റ് എൻജോയ് ചെയ്യുന്ന കാര്യം ഇതിൻ്റെ ത്രോട്ടിലാണ്. ആ ത്രോട്ടിലിന് ആ ടോർക്കാണ് ഗുണം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീസലാണ് ഇപ്പോഴുള്ള ഡ്രൈവർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഡീസൽ തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു കേരള പോലൊരു മാർക്കറ്റിൽ ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ളത്. മറ്റുള്ള ആസ്പെക്ട് സ്റ്റിയറിംഗ് എടുക്കുമ്പോൾ മെർസിഡീസിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് എപ്പം പറയാറുള്ള മെന്യൂവറബിലിറ്റിയാണ്. മെന്യൂവറബിലിറ്റി പറയുമ്പോൾ ഈ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കേരളത്തിൽ ഉണ്ടാവുന്ന തരത്തിലുള്ള റോഡ്സാണ് സൗത്ത് ഗോവ ഈ ഭാഗത്തുള്ള ചെറിയ ഇടുങ്ങിയ റോഡ്. അപ്പോൾ അവിടെ എല്ലാം നമുക്ക് ഓടിച്ച് കൊണ്ടുനടക്കാനുള്ള സുഖം. സ്റ്റിയറിംഗ് സോഫ്റ്റായിട്ട് ഉള്ളൊരു പെർഫോമൻസ് നേച്ചറിലുണ്ട്. സോഫ്റ്റാവും പറഞ്ഞാൽ നമുക്ക് മെന്യൂവർ ചെയ്യാനുള്ള എളുപ്പം, പെട്ടെന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള സംഗതി ഉണ്ട്. പ്രത്യേകിച്ച് യൂ ടേൺ എടുക്കുമ്പം നമ്മൾ പല സ്ഥലത്തും നമ്മളിപ്പോൾ ഷൂട്ടിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുമ്പോൾ യൂ ടേൺ എടുക്കുന്ന സമയത്തല്ലോ ഒറ്റയടിക്ക് തന്നെ തിരിക്കാൻ പറ്റുന്ന ടേണിംഗ് റേഡിയസ് കിട്ടുന്ന എല്ലാം തന്നെയാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതേ സമയത്ത് നമ്മൾ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ഡ്രൈവ് ചെയ്യുമ്പം സോഫ്റ്റ് ആണെങ്കിലും നമുക്ക് കുറച്ചുകൂടെ മുമ്പത്തേക്കാളെല്ലാം കോൺഫിഡൻസ് ലഭിക്കുന്നുണ്ട്. നമ്മൾ ഒരു പ്രതീക്ഷിക്കുന്നതല്ല, നമ്മൾ കരുതുന്ന പോലെ സ്റ്റിയർ ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു കൺട്രോൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരു പ്ലസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അത് ഈ സ്പോർട്ട് മോഡലാക്കുമ്പോൾ ചെറിയ ഡിഫറൻസ് കുറച്ചൊന്ന് ടൈറ്റൻ ആവുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നല്ലൊരു പോസിറ്റീവ് ആസ്പെക്റ്റിലാണ് കാണുന്നത്. പിന്നെ ഈ പുതിയ എ ക്ലാസ് ഇന്ത്യയിൽ വന്നിരിക്കുന്ന റേസ് സസ്പെൻഷൻ രീതിയിൽ, അത് പല രീതിയിലുള്ള കോൺഫിഗറേഷൻ സസ്പെൻഷൻ വരുന്നുണ്ട്. റേസ് സസ്പെൻഷൻ ആണെങ്കിലും
സാധാരണ റേസ് സസ്പെൻഷൻ ആകുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ കുറച്ചൊരു ഡാമ്പ് അടിക്കും. അതിപ്പം മെർസിഡീസ് മാത്രമല്ല, ബാക്കി ഏത് ബ്രാൻഡിനും ഇന്ത്യയിൽ വരുന്ന റേസ് സസ്പെൻഷൻ മോഡലുണ്ടാവുക. പക്ഷേ ഇന്ത്യൻ ഒരു റോഡിൻ്റെ അത്രയും കാലമുള്ള പരിചയമുള്ള ഡാറ്റാസ് എല്ലാം അവർ വെച്ചിട്ട് സസ്പെൻഷൻ്റെ കാലിബ്രേഷൻ മാറ്റിയിട്ടുണ്ട്. ആ കാലിബ്രേഷൻ മാറ്റിയതിൽ കുറെ കൂടെ സോഫ്റ്റും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം എടുത്തടിക്കുന്നതും ആ ഒരു വെട്ടെല്ലാം ചാടുമ്പോഴുള്ള 2 വെട്ട് ചാടിയത് അറിഞ്ഞിട്ടില്ല, അങ്ങനെ ഫ്ലോ ചെയ്ത് പോയിട്ടുണ്ട്. അതിന് ഒരു ഗുണം കൂടെ ചെയ്യുന്ന കാര്യം നേരത്തെ പറഞ്ഞ പ്രൊഫൈൽ കൂടി ടയർ ആയതുകൊണ്ടാണ്. ഈ 2 കാര്യങ്ങളും കൂടെ കൂടി ചേരുമ്പോൾ ആക്ച്വലി റൈഡ് ബെറ്റർ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ത്യയിലുള്ള ലക്ഷറി കാർ സെഗ്മെന്റിലെല്ലാം വേണ്ടത് റൈഡാണ്. അപ്പോൾ റൈഡ് നന്നായാൽ ആളുകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. കാരണം നമ്മൾ എത്ര ഡ്രൈവർ സെൻട്രിക് കാർ എന്നെല്ലാം പറഞ്ഞാൽ നമ്മൾ റോഡുകൾ അത്രയും മികച്ച റോഡുകളല്ല, പ്രത്യേകിച്ച് നമ്മൾ കേരളം മോശമെന്നല്ല, സർഫസ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മഴയും കാര്യമെല്ലാം കഴിയുമ്പോഴേക്ക് സർഫസ് എല്ലാം ഇങ്ങനെ ഒരു സ്മൂത്ത്നെസ് കുറയും. പിന്നെ നമുക്ക് ഒരുപാട് വീതിയുള്ള റോഡുകളും എല്ലാം ഉള്ളത്. അപ്പോൾ എങ്ങനെയുള്ള വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള സസ്പെൻഷൻ എപ്പോഴും ഗുണം ചെയ്യും. ഇപ്പം നമ്മൾ എത്ര ഡ്രൈവിംഗ് എൻജോയ് ചെയ്താലും സസ്പെൻഷൻ ഭയങ്കര ഡാമ്പ് കൂടിയാലും നമുക്ക് ഡെയിലി യൂസിലെല്ലാം ചിലപ്പോൾ ഒരു ചെറിയൊരു സെറ്റ് ബാക്ക് തോന്നും. അപ്പോൾ ആ ഒരു സംഗതി എന്തായാലും ഇതിൽ കുറയുന്നുണ്ട്. ഇപ്പം ഞാൻ ഇപ്പോൾ എടുത്തപ്പോൾ എല്ലാം കിട്ടിയൊരു ഫീൽ, ആ ഒരു സ്റ്റെബിലിറ്റി ഫീൽ, പെട്ടെന്ന് കുറച്ച് സ്പീഡിലാണെങ്കിലും ടേൺ എടുക്കുമ്പോഴെല്ലാം അത് ഇരുന്നിട്ട് തന്നെ ഉള്ളത് റേസ് സസ്പെൻഷൻ ആണെങ്കിൽ. അപ്പോൾ അതെല്ലാം ഇത്രയും കാലത്തെ മെർസിഡീസിൻ്റെ ഇന്ത്യയിലുള്ള എക്സ്പീരിയൻസ് 25+ ഇയേഴ്സ് ആയി ഇന്ത്യയിൽ. അപ്പോൾ അത്രയും കൊല്ലത്തെ പരിചയത്തിൻ്റെ ഡാറ്റാസ് എല്ലാം വെച്ചിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് കുറേ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. എഗെയിൻ ഇതൊരു പ്രോട്ടോടൈപ്പ് വെഹിക്കിളാണ്, പ്രൊഡക്ഷൻ വെഹിക്കിൾ അല്ല, സീരീസ് പ്രൊഡക്ഷൻ വെഹിക്കിൾ വരുന്നത്. പക്ഷേ ഇതേപോലെ തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഇതിലുള്ള കുറേ ചെറിയ ന്യൂനതകളെല്ലാം നമ്മൾ ഫീഡ്ബാക്കിൽ നിന്നെല്ലാം മാറ്റിയിട്ടായിരിക്കും പ്രൊഡക്ഷൻ കൊണ്ടുവരാം. എഗെയിൻ ഇപ്പം പ്രൈസ് നമ്മൾ അറിയില്ല, കാരണം 25-ാം തീയതി മാർച്ച് 25-നാണ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോഴേക്ക് പ്രൈസ് അറിയുള്ളൂ, അപ്പോഴേക്ക് ആണ് പ്രൊഡക്ഷനും തുടങ്ങുന്നുണ്ടാവുക. പ്രൊഡക്ഷൻ ചിലപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പം ഈ റെസ്പോൺസ് ഇതിപ്പോൾ ഞാൻ വെറും കംഫർട്ട് മോഡിൽ കിട്ടിയുള്ള റെസ്പോൺസാണ്. ഇനി സ്പോർട്ടിലേക്ക് മാറ്റുമ്പോൾ ഇത്തരമുള്ള ക്വിക്ക് റെസ്പോൺസിന് ഏതായാലും ഈ ഒരു സ്പോർട്ട് മോഡും മറ്റുള്ള മോഡലും സഹായിക്കുന്നുണ്ട്. അതാണ് നമുക്ക് ഏറ്റവും അധികം എൻജോയ് ചെയ്യാൻ പറ്റും ചെയ്യാം. പിന്നെ ബ്രേക്കിംഗ് ആണ്, ബ്രേക്കും നല്ല എഫിഷ്യൻസി ഉണ്ട്. ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുമ്പം ഇനി അങ്ങോട്ട് കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങൾ പറയണം. കാരണം ഇതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞു ആ സ്റ്റാറിൻ്റെ ബാക്കിൽ ഒരു മോണോ ക്യാമറ ഉണ്ട്. അപ്പോൾ ക്യാമറ ഉപയോഗിച്ചിട്ട് മുമ്പിലുള്ള വണ്ടിയുമായിട്ടുള്ള ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രോണിക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡിസ്ട്രോണിക്കിൽ 3 തരത്തിലുള്ള സെറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മുമ്പിൽ ഇപ്പോൾ നമ്മൾ ട്രാക്ക് ചെയ്തൊരു ഇന്നോവ ഉണ്ട്, ഏകദേശം ഒരു 2.5 കാറിൻ്റെ ലെങ്ത് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ തന്നെ ഇതിലൊരു വാർണിംഗ് സൈൻ വരുന്നുണ്ട്, ഒരു ട്രയാങ്കുലർ ആയിട്ട് റെഡ് കളറിൽ വാർണിംഗ് വരുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ഞാൻ കുതിച്ചു പോവാണ്. അപ്പോൾ വണ്ടിനോട് അടുത്തപ്പം ബീപ്പ് ചെയ്തപ്പോൾ ഞാൻ ബ്രേക്ക് ചെയ്ത്. അപ്പം ഞാൻ ഒന്നുകൂടെ ശ്രദ്ധ ഇല്ലാതെ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ സംഭവിച്ചെന്താ വെച്ചാൽ ഞാൻ എടുത്തു, ബീപ്പ് ചെയ്തു, ഞാൻ ബ്രേക്ക് ചെയ്തു, ലൈറ്റായിട്ട് ബ്രേക്ക് ചെയ്തു, വണ്ടി കുറച്ചുകൂടെ അധികം ബ്രേക്ക് ചെയ്തു. ഇനി ഞാൻ ബ്രേക്ക് ചെയ്യാതെ ഇരുന്നാൽ സെൽഫ് ബ്രേക്കിങ്ങും ചെയ്യും. ഇത് നമ്മൾ ആദ്യമായിട്ടല്ല മെർസിഡീസിൽ കാണുന്ന, പല കാറുകളും കണ്ടിട്ടുണ്ട്, ഈ ക്ലാസ്സിലും അതുപോലെ എസ് ക്ലാസ്സിലും എല്ലാം ഉണ്ട്. പക്ഷെ ഇത് എ ക്ലാസ്സിലും കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് പുതിയ എ ക്ലാസിനെ കുറിച്ച് മെർസിഡീസ് പറഞ്ഞിട്ടുള്ളത്. ഫുള്ളി ലോഡഡ് വണ്ടിയാണ്. ഫുള്ളി ലോഡഡ് എല്ലാ ഫീച്ചേഴ്സും കൊണ്ടുവന്നില്ലെങ്കിലും നമുക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 തരത്തിലുള്ള ബ്രേക്കിംഗ് ഉണ്ട്. അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. സേഫ്റ്റിക്കുള്ള വലിയൊരു കാര്യമാണ്. അപ്പം അതിൻ്റെ പുറമെ അത് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്വിച്ച് ഓഫ് ചെയ്യാനാൽ അതുപോലെ തന്നെ ഡിസ്റ്റൻസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ 10 മീറ്ററിൽ ആക്ടിവേറ്റ് ചെയ്യണം, 20 മീറ്ററിൽ ആക്ടിവേറ്റ് ചെയ്യണം, ആ സംഗതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ വണ്ടി സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ആക്കുമ്പോഴേക്കും ഡീഫോൾട്ടായിട്ട് പഴയ സെറ്റിങ്ങിലേക്ക് പോകും. അത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഈ സേഫ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ബെൻസിലുള്ള മറ്റൊരു സേഫ്റ്റി ഫീച്ചറാണ് പ്രീ സേഫ് എന്ന് പറയുന്നത്. സാധാരണ ഇത് നമ്മളൊരു ആക്സിഡന്റ് ഉണ്ടാവുന്ന വണ്ടി ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സേഫ്റ്റി മെഷേഴ്സ്, ഒന്ന് ബെൽറ്റ് ഇങ്ങനെ ടെൻഷൻ ഉണ്ടാവും, ഒന്ന് ഇവിടുന്ന് വലിച്ചു പിടിക്കും. ഇപ്പോൾ സീറ്റ് നമ്മൾ സേഫ് ആയിട്ടില്ലാത്ത പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ ആ പൊസിഷനിലേക്ക് കൊണ്ടുവരും. പ്രത്യേകിച്ച് പാസഞ്ചർ സീറ്റ് നമ്മൾ കിടക്കലാണെങ്കിൽ അത് നിവർന്ന് വരും. ഹെഡ് റെസ്റ്റ് സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ വിൻഡോ ഓപ്പൺ ആണെങ്കിൽ ക്ലോസ് ആവും, പക്ഷെ കുറച്ച് തുറന്നു വയ്ക്കും. അല്ലെങ്കിൽ ക്ലോസ് ആണെങ്കിൽ കുറച്ച് തുറക്കും. കാരണം ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ എന്തായാലും എയർ ബാഗ് ഡിപ്ലോ ആവും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കെമിക്കൽ റിയാക്ഷനും ഇതെല്ലാം വരുമ്പോൾ പുറത്തേക്ക് പോകാനാണ്. ഇനി പാനോമിക് സൺറൂഫ് ഓപ്പൺ ആണെങ്കിൽ അത് ക്ലോസ് ആവും. അഥവാ ടിൽറ്റ് അല്ലെങ്കിൽ ടേർട്ടിൽ അഥവാ മറിയാണെങ്കിൽ നമ്മളെ കയ്യോ ഇതൊന്നും പുറത്താവാതിരിക്കാനുള്ള അങ്ങനെ കുറേ സേഫ്റ്റി ഫീച്ചറും എല്ലാം കൂടെ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നടക്കുന്ന പ്രവൃത്തിയാണത്. പെട്ടെന്ന് ഇവിടെ ഇപ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഇവരൊരു വർക്ക്ഷോപ്പിൻ്റെ ഭാഗമായിട്ട്. അതല്ലാതെയും ഒരിക്കലും 1-2 തവണ നമ്മൾ അങ്ങനത്തെ അൺസേഫ് ആയിട്ടുള്ള ബ്രേക്കിംഗ് ചെയ്യുമ്പോൾ അത് സംഭവിച്ചായിട്ടും ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ സേഫ്റ്റി ഫീച്ചറാണ്. പിന്നെ ഇതിന് പുറമെ നോർമൽ വരുന്ന എയർ ബാഗുകൾക്ക് പുറമെ ഒരു പുതിയൊരു എയർ ബാഗ് ചെറിയ ക്ലാസ്സിലേക്ക് വന്നു, നീ എയർ ബാഗ് എന്ന് പറയും. നമ്മൾ മുട്ടിൻ്റെ ഇവിടെ താഴെ ഡ്രൈവേഴ്സിൻ്റെ ആയിരുന്നു നീ എയർ ബാഗ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും സേഫ്റ്റി ഫീച്ചർ അഡീഷണലി വന്നു.
പിന്നെ ഡ്രൈവിങ്ങും മറ്റതും കംഫർട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞെങ്കിലും സാധാരണ ഇന്നത്തെ കാറുകളെല്ലാം കണക്റ്റഡ് കാർസ് ആണ്. അപ്പോൾ നേരത്തെ ഞാൻ പറയും ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിൽ പറയാമെന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ മെൻഷൻ ചെയ്യാം. ഒന്ന്, ഇൻഫർടൈൻമെന്റ് സിസ്റ്റം നമുക്ക് കൺട്രോൾ ചെയ്യാമെന്നെല്ലാം പറഞ്ഞു. നല്ലൊരു സൗണ്ട് സിസ്റ്റം ഉണ്ട്, ഇതെല്ലാം ഫൈൻ. ബട്ട് കണക്റ്റഡ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 തരത്തിലുള്ള കണക്റ്റഡ് ഫീച്ചർ ഉണ്ട്. ഒന്ന്, നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. മെർസിഡീസ് മീ എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാറാണെങ്കിൽ നമ്മൾ ഓൺ ചെയ്യുന്ന കാറാണ്, നമുക്ക് അതിലേക്ക് നമ്മുടെ കാറിൻ്റെ ഡാറ്റാസ് എല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെർസിഡീസ് അതിൻ്റെ OTP അയച്ച് നമുക്ക് സെറ്റായി, നമ്മുടെ ഫോണും കാറും കണക്റ്റഡായി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പല മാനുഫാക്ചറിങ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിലൊന്ന് നമുക്കറിയാം ജിയോ ഫെൻസിങ് ആണ്. ജിയോ ഫെൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി ഏത് ദൂരെ വരെ പോകണമെന്ന് ലിമിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ വണ്ടി തെഫ്റ്റ് ചെയ്യപ്പെടണം, കട്ടുപോവുകയാണെങ്കിൽ അങ്ങനെ, അതല്ലാതെ ഇപ്പോൾ ഡ്രൈവറോ മറ്റുള്ളവരും പോകണം, എത്ര ദൂരത്തിന് മേലെ പോകരുത്, അല്ലെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയുന്ന വാണിംഗ്, അതുപോലത്തെ വണ്ടിൻ്റെ സ്റ്റാറ്റസ്, വണ്ടിക്ക് എത്ര ഫ്യൂവൽ ഉണ്ട്, വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റും. അത് ഫോണിലെ ആപ്പിലൂടെ. രണ്ടാമത് വോയിസ് കമാൻഡിലൂടെ നമുക്ക് കണക്ട് ചെയ്യാം. ഹേ മെർസിഡീസ്, How may I help you? tell me a joke. Why should you never eat a clock? It's too time consuming. Hi Mercedes, How may I help you? tell me a joke. Why did the tomato blush? Because it saw the salad dressing. സോ ഒരേ സംഗതി 3 തവണ വെച്ച് 3 ആൻസർ പറഞ്ഞു. ഇതെല്ലാം നമുക്ക് ഒറ്റയ്ക്കെല്ലാം പോകുമ്പോൾ ഒരു എന്റർടൈൻമെന്റ് ആക്കാം. അതല്ലാതെ വോയിസ് കമാൻഡിലൂടെ നമുക്ക് പല കാര്യം ചെയ്യാം. ഓക്കെ. ഹേ മെർസിഡീസ്, How may I help you? ഐ ആം ഹംഗ്രി. Please select an entry. ഇത് നമ്മൾ മുമ്പും കണ്ടതാണ്. GLC 300 ഡ്രൈവിൽ നമ്മൾ കണ്ട. അപ്പോൾ അത് നിങ്ങൾ മിസ്സായിട്ടുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത് വളരെ പരിചിതമായിട്ടുള്ളൊരു MBUX ഫീച്ചറാണ്. ഹേ മെർസിഡീസ് എന്നുള്ള രീതിയിൽ നമുക്ക് കമാൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിന്റെ പുറമെ ഇവിടെ SOS സ്വിച്ച് ഉണ്ട്, മെർസിഡീസ് മീ സ്വിച്ച് ഉണ്ട്. ഇതെല്ലാം നമുക്ക് സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ടുള്ളതാണ്. SOS സ്വിച്ച് നമ്മൾ ഓപ്പൺ ചെയ്ത് റെഡ് ബട്ടൺ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആക്സിഡന്റ് സംഭവിച്ചാൽ മെർസിഡീസ് കണക്ട് ചെയ്തിട്ടുള്ള ഈ പറഞ്ഞ പോലെ ആംബുലൻസും മറ്റായിട്ട് കണക്ട് ചെയ്ത് നമ്മളടുത്ത് എയ്ഡ് എത്തിക്കും. മെർസിഡീസ് മീൽ കണക്ട് ചെയ്തതുപോലെ കോൾ സെന്ററിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാനുള്ള ഓപ്ഷനും വരും. ഇതിന്റെ പുറമെ മൂന്നാമത്തെ കൺട്രോളിൽ അലക്സ അല്ലെങ്കിൽ ഗൂഗിൾ ഹോമായിട്ട് കണക്ട് ചെയ്യാം. അത് നമുക്ക് കാറിൻ്റെ ഇതെല്ലാ ഫീച്ചേഴ്സും അതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് കുറച്ച് കോഡ്സും ഉണ്ട്. അപ്പോൾ ഞാൻ അത് ഇന്നിപ്പോൾ റൂമിൽ സെറ്റ് ചെയ്തൊരു ഡെമോ ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കാം. അലക്സ, ask Mercedes what is my car status. Your 200D is in perfect condition. Alexa, ask Mercedes where is my car. Your 200D is located near NH 748, Rebundar, Go 403006, India. ഇത്തരത്തില് 3 തരത്തിൽ നമുക്ക് ഇൻഫോർടൈൻമെന്റ് കണക്ട് ചെയ്യാം. ഇതെല്ലാം തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ പോർട്ട്ഫോളിയോ വെച്ച് എല്ലാവരും വളരെ ടെക് ഫ്രീക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് മെർസിഡീസ് പറഞ്ഞിട്ടുള്ളത്. സോ മെർസിഡീസ് ഇപ്പോഴും സിഡാനിൽ വളരെ കോൺസെൻട്രേറ്റഡ് ആണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇത്രയും കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്നുള്ള മെർസിഡീസ് ബെൻസ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് സെയിൽസ് മാർക്കറ്റിംഗ് മലയാളി ആയിട്ടുള്ള സന്തോഷ് അയ്യരോട് സംസാരിക്കും. പക്ഷേ പുള്ളിക്ക് സംസാരിക്കാൻ അത്ര ഫ്ലുവൻ്റ് അല്ല മലയാളം. മലയാളിയാണ്, ബോൺ ആൻഡ് ബോട്ട് ഓഫ് ബോംബെയാണ്. പക്ഷേ മലയാളം സംസാരിച്ചാൽ അറിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മലയാളത്തിൽ ചോദിക്കും, അദ്ദേഹം ഇംഗ്ലീഷിലായിരിക്കും പറയാം. പുള്ളിയുടെ തന്നെ നമുക്ക് കേൾക്കാം എന്താണെന്നുള്ളത്. ഓക്കെ, സേഫ്റ്റി. സന്തോഷ്, SUV ഇതിന്നിപ്പോൾ നമ്മൾ സിഡാനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വാട്ട് ഡു യു തിങ്ക് ദ മാർക്കറ്റ് ഈസ് എക്സ്പെക്ടിംഗ്? That's a good question, Ani. Basically, we had the CLA earlier also in this space and the A-Class also. And then we said that let's bring the A-Class limousine because for an Indian customer, the style is the most important, but then he wants a practical solution, which is space, also connectivity, and therefore the A-Class limousine fits there. Secondly, in our portfolio, 53% of our sales are sedans. You'll be surprised, S-Class, E-Class, C-Class. So it's not that, and of course the SUV is a growing segment because last year we launched the new GLE, the new GLS, the GLC facelift. So the growth is there, a very strong demand in the SUV segment, but still 53% is sedans. And E-Class limousine now fits into the overall limousine portfolio well. So that's our reason of launching this baby now. Great. പലർക്കും അറിയാത്തൊരു കാര്യമാണ്, ഇപ്പോഴും മെർസിഡീസിന് ഒരു സ്ട്രോങ് ഒരു സിഡാൻ ബാക്കിംഗ് ഉണ്ട്. അത് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് ബിക്കോസ് ഐ ലവ് സിഡാൻസ്. അഗെയിൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് വെരി ട്രിക്കി വൺ, ബട്ട് ഐ തിങ്ക് യു വിൽ ഗെറ്റ് മി ആൻ ആൻസർ. എന്നാണ് ഈ ബീസ്റ്റ് കൊണ്ടുവരുന്നത്? This will also, for the first time, we will launch this car along with a series production car. March 25th, we will launch all three: petrol, diesel, and the A35 AMG. This car will be locally produced in India as a second CKD for AMG. And long wheelbase E-Class first time in the right hand drive. Right hand drive, yes, in India because we have earlier it was a hatchback CBU. First time we are doing a locally produced CKD. So
സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം മെർസിഡീസ് വളരെ സ്ട്രോങ്ലി ആണ് 2021 കാണുന്നത് ആൻഡ് ലുക്കിംഗ് ഫോർ മോർ സച്ച് എക്സൈറ്റിംഗ് സ്റ്റാർസ്. താങ്ക്സ് ഫോർ ജോയിനിങ് us here. മൈ പ്ലഷർ. സോ സന്തോഷം പറഞ്ഞതാണ് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി എനിക്ക് മനസ്സിലാക്കേണ്ടത് റിയർ സീറ്റാണ്. പുതിയ ക്ലാസ്സിന് റിയർ സീറ്റ് എത്ര കംഫർട്ടബിൾ ആണ്, സ്പേസ് ആണെന്നുള്ളത് നമുക്ക് നോക്കാം. റിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ നോക്കാം. ഇതിപ്പോൾ ഞാൻ ക്ലാസ്സിന്റെ ബാക്ക് സീറ്റിൽ കയറി. നമ്മൾ ഏജ് ഡ്രൈവർ നന്ദു ഫ്രണ്ടിൽ ഓടിക്കുന്നുണ്ട്. ഹേ ഗൈസ് എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ അറിയില്ല. എന്തായാലും അവന്റെ ഹൈറ്റ് എത്രടാ? 5'10" ഉണ്ടെന്ന് പറയുന്നത്. എന്തായാലും ആ ഹൈറ്റിലാണ് ഇപ്പം ഫ്രണ്ട് സീറ്റ് വെച്ചിരിക്കുന്നത്. ഡ്രൈവർ സീറ്റോട്ടെ ഈ ഡ്രൈവർ സീറ്റോട്ടെ. അപ്പൊ എന്നിട്ടും എനിക്ക് ഇത്ര നീ റൂം കിട്ടുന്നുണ്ട്. തൈ സപ്പോർട്ട് അത്യാവശ്യം നല്ലോണം കിട്ടും. പക്ഷെ ഈ ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. പക്ഷെ സീറ്റ് കുറച്ച് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് കാലിങ്ങനെ പൊങ്ങിയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഉള്ള ഫ്രണ്ട് സീറ്റിന് അടിയിലേക്ക് കാല് വെക്കാൻ പറ്റുന്നതുകൊണ്ട് കുറച്ചുകൂടെ നീട്ടി വെക്കാൻ പറ്റും. പിന്നെ അത്യാവശ്യം നല്ലൊരു ഹെഡ് റൂം ഉണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാളും ഉണ്ട്. 4.5 ഫിംഗറിന്റെ ഹൈറ്റ് ഉണ്ട്. പിന്നെ ഷോൾഡർ റൂം നീറ്റാണ്. 2 പേർക്ക് എന്തായാലും അടിപൊളി കംഫർട്ടബിൾ ഇരിക്കും. ഒരു കുട്ടിക്ക് ഇരിക്കാൻ പറ്റും. പക്ഷെ ട്രാൻസ്മിഷൻ ടണൽ വരുന്നുണ്ട്. വീതി കുറവാണ്, പക്ഷെ ഹൈറ്റ് ഉണ്ട്. അപ്പം കാല് വെക്കാൻ പറ്റും. എന്നാലും ട്രാൻസ്മിഷൻ ടണലുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഈ ഒരു ഹാൻഡ് റെസ്റ്റ് ആണെങ്കിലും അത് സപ്പോർട്ടീവ് ഹാൻഡ് റെസ്റ്റ് ആണ്. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. റിയറിലേക്ക് AC വെൻസ് ഉണ്ട്. അത് ഫ്രണ്ടിൽ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. 2 സോൺ ആണ്. അപ്പം റിയറിലേക്കുള്ള AC ഫ്രണ്ടിൽ നിന്ന് കൺട്രോൾ ചെയ്താൽ കിട്ടും. പക്ഷേ 2 USB-C ചാർജർ ഉണ്ട്. തണുപ്പിക്കണമെങ്കിൽ നമുക്ക് തണുപ്പിക്കാം. പക്ഷേ കണക്ഷൻ ഇല്ലാതെ നിൽക്കില്ല എന്നുള്ളൊരു കാര്യം പുതിയ ക്ലാസ്സിൽ ഒരു പ്രശ്നമില്ല. 2 USB-C ചാർജറിന്. അപ്പോൾ അതുകൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. പിന്നുള്ള ഈ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് അപ്പം അത്യാവശ്യം ടേണുള്ള റോഡിലാണ് പോകുന്നത്. ഞങ്ങൾ ഒന്ന് ഡ്രൈവ് ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് ടോക്ക് ചെയ്യുന്നത്. അപ്പം എനിക്ക് കിട്ടിയുള്ള ഫീൽ എന്ന് പറഞ്ഞാൽ നേരത്തെ സസ്പെൻഷനിൽ പറഞ്ഞത് സ്റ്റേബിൾ ആണ്. ഇപ്പം നമ്മൾ ഗോവയിലുള്ള ഞാൻ ആദ്യം പറഞ്ഞു. സാധാരണ നമ്മൾ ഗോവയിൽ ഒരുപാട് ഡ്രൈവിന് വരാറുണ്ട്. ഡ്രൈവിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡ്രൈവ് മാത്രം എൻജോയ് ചെയ്ത് നമ്മൾ പോരാം. ഗോവയിൽ പോകുന്ന ഒരു ഫീലും കിട്ടാറില്ല. പക്ഷെ ഇത്തവണ നമുക്ക് ഇന്നലെ നല്ലൊരു ഈവനിങ് മെർസിഡീസ് എൻജോയ് ചെയ്യാൻ തന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിരുന്നു. ഇന്നിപ്പോൾ അതാ നമ്മൾ നല്ലൊരു ഡ്രൈവ് കഴിഞ്ഞു. ഇനി മാർട്ടിൻസ് കോർണറിൽ പോയിട്ട് നല്ലൊരു ലഞ്ച് കഴിക്കുന്നുണ്ട്. നിങ്ങൾ ആരും അവിടെ കഴിച്ചിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യണം. അടിപൊളി സീ ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഫുഡ് ഇഷ്ടപ്പെടുന്ന ഫുഡീസ് ആണെങ്കിൽ അവിടെ പോയിട്ട് എന്തായാലും എന്തെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റും. ഒരുപാട് സാധനങ്ങൾ അവൈലബിൾ ആണ്. അപ്പം ഞാനത് ട്രൈ ചെയ്യട്ടെ. സോ ഇനി നമുക്ക് ക്ലാസ്സിന് പെട്രോൾ മോഡായിട്ടുള്ള A200 ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൽ വന്നിരിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് 1.3 ലിറ്റർ ആണ്. 1.3 ലിറ്ററിൽ 163 HP പവറും അതുപോലെ തന്നെ 250 Nm ടോർക്കും ഉള്ളത്. ഇതിനോട് മേറ്റ് ചെയ്തിട്ടുള്ളത് 7 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. 7 സ്പീഡ് തന്നെ ആണെങ്കിലും 7G എന്ന് പറയുന്നത് DCT ഡബിൾ ക്ലച്ച് ഗിയർ ബോക്സ് തന്നെയാണ്. പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെട്രോൾ ആണ്. പെട്രോളിൻ്റെതായ ഒരു ക്യാരക്ടർ ഉണ്ട്. ഇപ്പം നമ്മളിങ്ങനെ എടുത്തു പോകുമ്പോൾ ഇങ്ങനത്തെ സ്ട്രെച്ച് റോഡിലാണെങ്കിൽ കുറച്ച് ലോങ് ആയിട്ടുള്ള റോഡിലാണെങ്കിൽ നമുക്ക് പെട്രോൾ ശരിക്കും എൻജോയ് ചെയ്യാനും പുഷ് ചെയ്യാനും പറ്റും. കാരണം നമുക്ക് റോഡുണ്ട്. നോർമലി നമ്മളെ കണ്ടീഷനിൽ ഞാൻ ഡീസലാണ് കൂടുതൽ ഉണ്ടാവാൻ പറയാൻ കാരണം നമുക്ക് ഇത്തരത്തിലുള്ള റോഡും ഇത്തരത്തിലുള്ള ട്രാഫിക് സിറ്റുവേഷനും ഉണ്ടാവാറ് വളരെ കുറവാണ്. നമ്മൾ കൂടുതലും കൺജസ്റ്റഡ് റോഡിൽ പോകുന്നത്. അപ്പം ആ ടോർക്കായിരിക്കും നമ്മൾ കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് സ്പീഡ് എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ പോകുന്നത് തന്നെ 125, 129, 30 എത്തി. അപ്പോൾ ഞാൻ ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ട് ഒന്ന് സ്പോർട്ട് മോഡിലേക്ക് മാറ്റാം. സ്പോർട്ട് മോഡിൽ എടുക്കുമ്പോൾ തന്നെ ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ 120 ആണ് ടേണിൽ എടുക്കുന്നത്. നേരത്തെ പറഞ്ഞ ആ ഒരു സസ്പെൻഷൻ്റെ ഒരു ക്യാരക്ടർ, സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുന്നത് അത് ശരിക്കും ഇതിൽ അറിയാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഈ ടേണെല്ലാം എടുക്കുന്ന സമയത്ത് നല്ലൊരു ടേൺ എൻകൗണ്ടർ ചെയ്യുക. 120 എൻകൗണ്ടർ ചെയ്യുന്നത്. ടയർ സ്ക്വീസിംഗ് കേട്ടല്ലോ. ഇനിയൊരു ഹാർഡ് ടേൺ. ഇവിടെയാണ് പറഞ്ഞ സ്റ്റിയറിംഗിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്. കുറച്ച് ടൈറ്റായി സ്റ്റേബിൾ. സോ ഈ ഒരു ഫീലാണ് ഞാൻ പറഞ്ഞ സ്പോർട്ട് മോഡിലൊക്കെ ആക്കുമ്പോൾ സ്റ്റിയറിങ്ങിന് മാറ്റം വരുന്നത്. ഭയങ്കര ഹാർഡാവുന്നില്ല, പക്ഷെ കുറച്ചുകൂടി കൺട്രോൾ കിട്ടുന്ന രീതിയിലുള്ള ഈ മാനോറബിലിറ്റി തന്നെ സോഫ്റ്റ് ആയിട്ട് ലഭിക്കുന്നതാണ് സാധാരണ കംഫർട്ട് മോഡിൽ ലഭിക്കുന്നത്. അപ്പം അത് നമ്മളൊരു സിറ്റിയിൽ യൂസിനോ കാര്യം വരുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ടേൺ എടുക്കുന്ന സമയത്ത് ട്വിസ്റ്റി ടേൺസ് എടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്റ്റെബിലിറ്റി ആക്ച്വലി ഞാൻ തീരെ പ്രതീക്ഷിക്കാത്തതാണ് ഇങ്ങനെയുള്ള ഒരു ഫ്രണ്ട് വീൽ ഡ്രൈവ് ചെറിയൊരു കാറിൽ. അത്തരത്തിലുള്ള സസ്പെൻഷൻ ട്യൂണിങ് എസ്പെഷ്യലി കുറച്ച് റേസ് ചെയ്ത സസ്പെൻഷൻ ആണെങ്കിലും നൽകി എന്നുള്ളതാണ് സക്സസ്. ഇനി ഒരു ചെറിയൊരു ട്വിസ്റ്റി റോഡ് നമ്മൾ സാധാരണ ചുരത്തിലെല്ലാം ഉണ്ടാകുന്ന പോലൊരു റോഡും കൂടെ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇതെല്ലാം വെർണ എന്ന് പറഞ്ഞ ഭാഗത്താണ്. ഇപ്പോൾ ടേൺ
ടേൺ എടുക്കുമ്പോൾ ആ സ്റ്റെബിലിറ്റി, ഒരു ലൈൻ മാറാതെ പോകുന്ന ഒരു ഫീല്, അതാണ് നമുക്ക് എപ്പോഴും കോൺഫിഡൻസ് ലഭിക്കുക. നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന റോഡുകളിൽ ഇങ്ങനത്തെ ഒരു റോഡായിരിക്കും നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കൊരു പ്രാക്ടിക്കലി ഒരു ഡൈനാമിക്സ് ഫീൽ ചെയ്യാവുന്ന ഒരു സംഭവങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ എ ക്ലാസിനെ പോലെ ചെറിയൊരു കാറിൽ പാക്ക് ചെയ്തെടുത്തതാണ് എനിക്കിതിലൊരു പോസിറ്റീവ് സംഗതിയായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മളിപ്പം യൂട്ടേൺ എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഇത്തരത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരു ഡെയിലി യൂസിൽ എൻകൗണ്ടർ ചെയ്യുന്ന സിറ്റുവേഷൻ ഞാൻ സാധാരണ മോഡിലൊക്കെ കംഫർട്ട് മോഡിലൊക്കെ ഇടാം. സാധാരണ നമുക്ക് കിട്ടുന്ന ഒരു ഡേ ടു ഡേ ഒരു ഫീലാണ്. അപ്പോൾ ഇതെല്ലാമാണ് നേരത്തെ പറഞ്ഞ എല്ലാ ആസ്പെക്ട്സും, സസ്പെൻഷൻ്റെ ട്യൂണിങ് ആവട്ടെ, സ്റ്റിയറിങ്ങിൻ്റെ ട്യൂണിങ് ആവട്ടെ, ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടാവട്ടെ, ഇതെല്ലാം നമുക്ക് പ്രാക്ടിക്കലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പുതിയ എ ക്ലാസ്സിൽ. പിന്നെ എ ക്ലാസ്സിൽ എല്ലാം ഇഷ്ടമാണെന്നല്ല ഞാൻ പറഞ്ഞില്ല, ചില ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഈ ഒരു സ്വിച്ചിൻ്റെ ലേഔട്ട് ഒരു ആഫ്റ്റർ തോട്ട് പോലെ തോന്നിക്കുന്ന രീതി, അത് വേറെ തന്നെ നിൽക്കുന്നുണ്ട്. അതിന്ന് നമ്മൾ അമർത്തി നോക്കുമ്പോൾ ചെറിയൊരു ഫ്ലിംസി ഫീലുണ്ട്, അതൊരു സംഗതി. രണ്ടാമത്തെ കാര്യം, ഈ ഡാഷ്ബോർഡിൻ്റെ ഇവിടെയുള്ള ഒരു ലൈൻസ് സാധാരണ വിഷനിൽ വരുന്നില്ല, പക്ഷേ താഴെ വരുന്നതാണ്. അതിൻ്റെ ഒരു അലൈൻമെൻറ്റ് ഡിഫറൻസ് ഉണ്ട്. മേ ബി ഇതൊരു പ്രോട്ടോടൈപ്പ് ആയതുകൊണ്ടായിരിക്കാം, അത് പ്രൊഡക്ഷന് വരുമ്പോൾ ചിലപ്പം മാറിയേക്കാം. മൂന്നാമത്തെ കാര്യം ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്, പേജ് ഇൻറ്റീരിയർ. പേജ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, കാണുമ്പോൾ ഭയങ്കര രസമാണ്, വലുപ്പം തോന്നിക്കും, കംഫർട്ടബിൾ തോന്നിക്കാം. പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഭയങ്കരമാണ്. കാരണം ഇവിടെ ഈ പുതിയ വണ്ടിയും ഡാഷ്ബോർഡും ഇപ്പം തന്നെ നല്ല ചളിയുണ്ട്. നേരത്തുള്ള ഡ്രൈവറോ കഴിഞ്ഞ ആൾക്കാർ ഓടിച്ചപ്പോഴും എന്താണെന്നറിയില്ല, നല്ല ചളിയായിട്ടുണ്ട്. ഇത് പുതിയ വണ്ടിയാണ്, മേ ബി 3 ദിവസം കൊണ്ടായിട്ടുള്ള ചളിയായിരിക്കാം. ഇത് മെയിൻറ്റെയിൻ ചെയ്യൽ ചില്ലറ കാര്യമല്ല, നമുക്ക് എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാർക്കർ കളേഴ്സോ അല്ലെങ്കിൽ ടാൻ കളേഴ്സോ എല്ലാം ചൂസ് ചെയ്യണം ബെറ്റർ ആയിരിക്കും. മാനുഫാക്ചറിന് മാത്രം കുറ്റം പറയില്ല, നമ്മളെല്ലാവർക്കും മൈൻഡ് സെറ്റ് കൂടുതലും ബേജിനോടാണ് ഇഷ്ടം. 6 മാർക്ക് സ്റ്റഡിൻ്റെ ഭാഗമായിട്ട് ഒരു ബേജ് ഇറക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ചിന്തിക്കുക, നമ്മുടെ ചോയ്സിൽ ബേജ് മാറ്റി ഇത്തരത്തിലുള്ള കളർ ചൂസ് ചെയ്യണം. കുറേ കൂടി പ്രാക്ടിക്കൽ കളേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ ഈ പാൻറ് പോലെയാണ്, പാൻറ് പോലെ 3-4 പ്രാവശ്യം ചളിയായി, കറിയായി, എല്ലാം ആയി, ബുദ്ധിമുട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ. മറ്റൊരു ഫീച്ചർ എ ക്ലാസ്സിലുള്ളതാണ് ഇതിൻ്റെ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റാണ്. 2 സീറ്റും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം, 3 മെമ്മറി ഫംഗ്ഷൻ ഉണ്ട്. ഇതിന് പുറമെ ഇതിൽ നമുക്ക് മസാജും അവൈലബിൾ. മസാജ് എന്ന് പറയുമ്പോൾ എക്സ് ക്ലാസ്സിലുള്ള പോലെ മസാജ് എക്സ്പെക്ട് ചെയ്യേണ്ട, ഒരു ലംബർ സപ്പോർട്ടോട് കൂടി കിട്ടുന്ന ഒരു മസാജ് ഉണ്ട്, ചെറിയൊരു മസാജ്. ആ ഒരു മസാജ് ഇതിൽ അവൈലബിൾ, ആ 2 സീറ്റിലും കിട്ടുന്നുണ്ട്. ഇതും ഒരു ആഡഡ് ഫീച്ചറാണ് പുതിയ എ ക്ലാസ്. നിങ്ങൾക്ക് പുതിയ എ ക്ലാസിനെ കുറിച്ചിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ, അതിൻ്റെ ലുക്സ് വൈസോ, ഈ പറഞ്ഞ പോലെ പെർഫോമൻസോ, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഇൻറ്റീരിയറോ, മിനിമലിസ്റ്റിക് അപ്രോച്ച്, ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ ഒരു സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് ഹാച്ച് ബാക്ക് ആണോ, സിഡാൻ ആണോ, SUV ആണോ ഇഷ്ടം? കാരണം നമുക്ക് അറിയാം പല മാനുഫാക്ചർ പല രീതിയിലും ട്രൈ ചെയ്യുന്നുണ്ട്. മെർസിഡീസ് അവരുടെ ഒരു സ്ട്രെങ്ത് ആയിട്ടുള്ള സിഡാൻ വീണ്ടും ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനാണ് പുതിയ എ ക്ലാസ് കൊണ്ടുവന്നിട്ടുള്ളത്. എ ക്ലാസ്സിനാണ് സിഡാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയായാലും നല്ലൊരു പ്രോഡക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അവർക്ക് ഇനിയും സ്ട്രോങ് ആവാൻ പറ്റും എന്നാണ് എൻ്റെ ഫീലിംഗ്. സോ നിങ്ങൾക്ക് ഈ ഒരു എ ക്ലാസ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തത്. നിങ്ങൾക്ക് ഈ എ ക്ലാസ് ഇഷ്ടപ്പെട്ടോ, എപ്പിസോഡ് ഇഷ്ടപ്പെട്ടോ, അതുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് കാണണം തോന്നുന്നുണ്ട് ഷെയർ ചെയ്യുക, ഇല്ലെങ്കിലും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്ത തവണ കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്.